ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണക്കാലത്തെ നാലാമത്തെ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഒമർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ നായകനെ എത്തിയ ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ബിബിൻ ജോർജ് തുടങ്ങി മലയാളത്തിൽ ഒട്ടനേകം നടന്മാർ ഭാഗമായ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ചുരുക്കം ആളുകൾ തന്നെയാണ് സിനിമ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒമർ ലുലു എന്ന സംവിധായകന്റെ കരിയറിലെ തന്നെ വലിയ ക്യാൻവാസിൽ ഒരുക്കിയ സിനിമയാണെങ്കിലും ഒമർ ലുലുവിന്റെ പതിവ് ശൈലിയിലുള്ള സിനിമ തന്നെയാണ് ഈ ചിത്രം എന്നാണ് റിപ്പോർട്ട്. മറ്റു സിനിമകളിൽ നിന്നുള്ള ഈ സിനിമയിലെ വ്യത്യാസം, ചിത്രത്തിൽ ഒരുപാട് താരങ്ങളുണ്ട്, ഒപ്പം തന്നെ ഡബിൾ മീനിങ്, അഡൾട്ട് കോമഡീസ് എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു തുടങ്ങിയവയെല്ലാം തന്നെയാണ്. ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയായിട്ട് ഫെസ്റ്റിവൽ സീസണിൽ റിലീസ് ചെയ്ത ബാഡ് ബോയ്സ് സംഗീതം, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ടെക്നിക്കൽ മികവ്, മേക്കിംഗ് എല്ലാം തന്നെ കൊണ്ട് മികച്ചു നിൽക്കുന്നു. എന്നാൽ അഭിനേതാക്കളുടെ പ്രകടനം ഉൾപ്പെടെ, സ്ക്രിപ്റ്റ് ഉൾപ്പെടെ, കഥ ഉൾപ്പെടെ എല്ലാം തന്നെ മോശമായിരിക്കുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റും കഥയും ഒന്നും തന്നെ പ്രശ്നമല്ല എങ്കിൽ വേണമെങ്കിൽ സമയമുള്ളവർക്ക് കാണാവുന്ന ഒരു സിനിമയാണ് ബാഡ് ബോയ്സ് എന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഷീലു എബ്രഹാമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ ബാഡ് ബോയ്സിന്റെ കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.